നമസ്കാരം. അതിരപ്പള്ളിയിൽ വീണ്ടും കാട്ടാനക്കലി എത്തുമ്പോൾ വില്ലനാകുന്നത് മഞ്ഞക്കൊമ്പൻ. വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോയ 2 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് പ്രദേശത്തെ ആകെ ഭീതിയിലാക്കുകയാണ്. വാഴശാൽ ശാസ്താപുവും ഊരിലെ സതീഷ്, അംബിക എന്നിവരാണ് മരിച്ചത്. വഞ്ചിക്കടവിൽ കുടിലുകെട്ടി താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിക്കാൻ എത്തിയതായിരുന്നു ഇവർ. ഇന്നലെ രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. കാട്ടാനക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നുവെന്നും ചിതറിയോടിയ ഇവരെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചു വീഴ്ത്തുകയായിരുന്നുവെന്നുമാണ് പുറത്തുവരുന്ന വിവരം. അംബികയുടെ മൃതദേഹം പുഴയിൽ നിന്നും സതീഷിൻ്റേത് പാറപ്പുറത്തു നിന്നുമാണ് കണ്ടെത്തിയത്. സംഘത്തിൽ 4 പേരുണ്ടായിരുന്നുവെന്നാണ് സൂചന. 24 മണിക്കൂറിനകം ഇതേ മേഖലയിൽ 3 പേരുടെ ജീവനാണ് കാട്ടാന ആക്രമണത്തിൽ പൊലിഞ്ഞത്. മലക്കപ്പാറയിൽ ഇന്നലെ യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു. ഇതിനു പിന്നിലും മഞ്ഞക്കൊമ്പനാണോ എന്നാണ് സംശയം. അതിനിടെ 2 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും മരിച്ചത് എങ്ങനെയെന്ന് അറിയാൻ കൂടുതൽ അന്വേഷണം വേണമെന്നും വനംവകുപ്പ് പറയുന്നു. 3 ദിവസമായി ഇവർ കാട്ടിനുള്ളിൽ താമസിക്കുകയായിരുന്നു. ഇന്നലെ അതിരപ്പള്ളി പിക്നിക് സ്പോട്ടിന് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. 3 കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർക്ക് നേരെ കാട്ടാനക്കൂട്ടം പാഞ്ഞെടുത്തപ്പോൾ ചിതറി ഓടുകയായിരുന്നു. ഗ്രാമവാസികൾ നടത്തിയ തെരച്ചിലാണ് ഇരുവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി. മറ്റുള്ളവരെ വനംവകുപ്പ് അധികൃതർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. 3 ദിവസമായി സതീഷും ഭാര്യ രമയും പിന്നീട് രവിയും ഭാര്യ അംബികയുമാണ് ടെന്റ് കെട്ടി താമസിച്ചിരുന്നത്. ഞായറാഴ്ച രാത്രി അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അടിച്ചിൽത്തൊട്ടി മേഖലയിലെ തമ്പാന്റെ മകൻ സെബാസ്റ്റ്യൻ മരിച്ചിരുന്നു. ഞായറാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു വനത്തിൽ നിന്നും സെബാസ്റ്റ്യനും കൂട്ടുകാരും തേൻ ശേഖരിച്ച് തിരിച്ചു വരുമ്പോൾ കാട്ടാന ആക്രമിച്ചത്. ഇതും മഞ്ഞക്കൊമ്പൻ ആക്രമണമാണെന്നാണ് സൂചന. 1 വർഷം മുമ്പ് തൃശൂർ പെരിങ്ങൽകുത്തിൽ വത്സല എന്ന സ്ത്രീ കാട്ടാനയുടെ ആക്രമണത്തിൽ വാച്ച്മരം കോളനിയിൽ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യയാണ് മരിച്ച വത്സല. കാട്ടിൽ വിറകും മറ്റും ശേഖരിക്കാൻ കയറിയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇവരെ ആക്രമിച്ച കൊലയാന മഞ്ഞക്കൊമ്പനാണെന്നാണ് പ്രദേശത്തെ ആദിവാസി വിഭാഗങ്ങൾ പറഞ്ഞിരുന്നത്. കൊമ്പിൽ മഞ്ഞ നിറമുള്ളതിനാലാണ് ഇതിന് മഞ്ഞക്കൊമ്പൻ എന്ന പേര് വീണത്. ആന മതപ്പാടിലാണെന്നും സംശയമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും കൂടുതലാണെന്ന് വിലയിരുത്തലും അന്ന് തന്നെ ഉയർന്നിരുന്നു. ഇതേ ആനയാണ് ഇന്നും 2 പേരുടെ ജീവനെടുത്തതെന്നാണ് സൂചന. കോതമംഗലം കാട്ടാന ആക്രമണത്തിൽ ഇന്ദ്ര എന്ന വ്യക്തി കൊല്ലപ്പെട്ടത് വലിയ രാഷ്ട്രീയ പോരിന് വഴിവെച്ചിരുന്നു. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും സർക്കാർ നിഷ്ക്രിയമാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇക്കാര്യം ഉയർത്തിക്കാട്ടി ശക്തമായ സമരവും നടന്നു. അതിനുശേഷവും മഞ്ഞക്കൊമ്പൻ നിരവധി ആക്രമണം നടത്തി. ബസ്സുകൾ പോലും ആക്രമിച്ചു.